കോരുകൊട്ട, ചോറ്റുകൊട്ട, ഇതെല്ലാ സംഗതികളുമായിട്ട് വീടുകളിൽ കൂടെ വരും. നല്ല ഒന്നാം തരം കൊട്ടയം മോറോ അവരുടെ. ഞാൻ കുറ്റായിട്ട് പറയണതല്ല. അവിടെ കൊണ്ടത് മുട്ടിച്ചു. കറക്റ്റാ അത്. വീഡിയോ അല്ല, ഞങ്ങളാരും എടുത്താൽ നിനക്ക് ഇഷ്ടമില്ലാത്തത്. ബാക്കിയുള്ള പൾപ്പ് നമുക്ക് സ്റ്റോർ. നമ്മളെ ദേ കൂഴ്ചക്ക പൊളിക്കണേ നിങ്ങൾ കണ്ടത്. ഒരു പോഷൻ ഞങ്ങൾ പൊളിച്ച് എല്ലാവരും കടും മധുരായോണ്ട് കഴിച്ചു. നല്ല മധുരാട്ടോ, നല്ല 100 ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് ദേ പൊളിച്ചെടുക്കണേന്ന് പിടിച്ചോ. ദേ കൂഴച്ചക്ക ഇല്ലേ, ഇങ്ങനെ പൊളിച്ചേച്ച് ദേ കാണിച്ചു തരാം. കൂഴച്ചക്ക പിന്നെ വരിക്ക വെച്ച് നോക്കുമ്പോ പൊളിക്കാൻ ഇച്ചിരി കൂടി എളുപ്പമാണ്. ഇങ്ങനെ ഇങ്ങനെ എടുത്തേച്ച് ഇങ്ങനെ കഴിക്കണം. ഇതാണ് കൂഴച്ചക്കയുടെ ട്രിക്ക. ദേ ഇനി ഇതിലേക്ക് ഇടാം. എന്തിനാന്ന് അറിയാലോ, നമുക്ക് ഇതിന്റെ 100 എടുക്കാം. 100 എടുത്തിട്ട് നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കാം. അപ്പക്ക് വലിയ ക്രൈസാ ഇതിന്റെ ചക്കയപ്പം. അതെ, അത് ഈ നല്ല മധുരല്ലേ, പിന്നെ നല്ല ടേസ്റ്റുവാ. ഒരുപാട് ഇടണ്ട. 2-3 കാരണമുണ്ട്. നാര് നമ്മൾ കളയും കംപ്ലീറ്റ്. പിന്നെ ഇതിന് നല്ല പൾപ്പാ, മധുരം അധികം ആഡ് ചെയ്യണ്ട, എക്സ്ട്രാ മധുരം. അപ്പൊ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇതിന്റെ വലിയ ഇഷ്ടം. പണ്ട് മുതലേ ഇത് ഇവിടെ ഉണ്ടാക്കാറുണ്ട്, അമ്മച്ചിയുടെ കാലഘട്ടം മുതലേ ഉണ്ടാക്കാറുണ്ട്. നല്ല ഒന്നാം തരം ചക്ക. പക്ഷേ മഴ പെയ്തു കഴിഞ്ഞാൽ മധുരം പോകും, അതറിയാലോ. പിന്നെ വേറൊരു കാരണം കൂടി ഉണ്ട്. 2-3 കൊല്ലം ഇത് ആവിച്ച് ഒരു വശമൊക്കെ ഇങ്ങനെ വല്ലാതെ ഒരു അവസ്ഥയിലായിരുന്നു. ഈ വർഷവും ദേ ആവിച്ചിട്ടുണ്ട്. ദേ അത് നിങ്ങളെ കാണിക്കണമല്ലോ. ദേ ഒരേ ഭാഗം ഇങ്ങനെ ആവിച്ച് ചൂടിന്റെ ആന്ന് തോന്നണത്. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. പണ്ട് ഇങ്ങനത്തെ ചൂടില്ലല്ലോ. ഇപ്പൊ ഒരു പ്രത്യേക തരത്തിലുള്ള ചൂടല്ലേ, അതിന്റെ ആയിരിക്കാം ഒരു പക്ഷെ, എനിക്ക് അറിയില്ല. എന്തായാലും ഈ വർഷവും ചൂടുണ്ടെങ്കിലും ഒരുപാട് അങ്ങനെ ആവിച്ച് പോയിട്ടില്ല. കിടക്കണതിനൊക്കെ അകത്ത് പുറമേ മുള്ളയിൽ മുഴുവൻ കറുത്ത പാടും ഇങ്ങനെ ആവിച്ച് ഇങ്ങനെ ഓരോ ഭാഗം, അങ്ങനെയുള്ള ഭാഗം ഇങ്ങനെയാ കറുത്ത നിറത്തിലിരിക്കണം. ആ ഭാഗം ദേ ഇവിടെ ഉണ്ട് ഇച്ചിരിച്ച്. ആ ഭാഗം എടുക്കാൻ പറ്റൂല, ചൂടായിരിക്കാം കാരണം അല്ലേ. ഇനി നമുക്കിത് 100 എടുക്കാൻ നോക്കാം. ഇതിന്റെ ചക്കക്കുരു കേമന ബട്ടർ ടേസ്റ്റാ. നല്ല കിടക്കൂല, 100 ഉള്ളത് കൊണ്ട് കേടായി പോവും. ഫ്രീസറിൽ കുറച്ച് നാളൊക്കെ ഇരിക്കും കേട്ടോ. അധികം നാളെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റൂല. ഫ്രീസറിൽ കുറച്ച് നാളൊക്കെ ഇരിക്കും. ബട്ടർ രുചിയാ. അമ്മച്ചി പണ്ട് കാലത്ത് ഇതൊക്കെയല്ലേ കറി. ഇവിടെ മുരിങ്ങായും ഉണ്ടായിരുന്നു. മുരിങ്ങക്കോലും ചക്കക്കുരു ഉലത്തും, ചക്കക്കുരു തന്നെ ഉലത്തും, ചക്കക്കുരു മാങ്ങയും വെക്കും, ഇരുമ്പുളിയും ചക്കക്കുരുവും വെക്കും. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണല്ലോ പണ്ടത്തെ ഭക്ഷണ രീതി. അങ്ങനെയൊക്കെ ആണല്ലോ. അതാണ് അവരുടെ ആരോഗ്യം അല്ലേ. വിഷമടിച്ച് അല്ല മറ്റു ഇതുള്ള കലർപ്പുള്ള പച്ചക്കറികളൊന്നും അധികം മേടിക്കൂല. അച്ചിങ്ങ ഉണ്ടാവും, കപ്പങ്ങ ഉണ്ടാവും, വാഴക്കുടപ്പൻ, വാഴപ്പിണ്ടി, ചീര, താള്, ചേന, ചേമ്പ്, ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ കറികൾ. അപ്പൊ പിന്നെ അതിന്റെ ഗുണങ്ങൾ അവർക്കുണ്ടാവും. ഇനി നമുക്ക് പൾപ്പെടുക്കാം കേട്ടോ. കണ്ടോട്ടോ. പണ്ട് ഞങ്ങളുടെയൊക്കെ വീടുകളിലും ഇവിടെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയാ, ഈ കൊട്ടക്കകത്ത് ഈ വല്ലംകൊട്ടയുണ്ട്. വല്ലംകൊട്ടയല്ല, ഇങ്ങനെ ചോറ്റുകൊട്ട, ചോറ് കോരിയിടുന്ന കൊട്ട. ഇപ്പൊ ഇങ്ങനെ അതൊക്കെ ഉണ്ടാക്കലെ ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ഞങ്ങളുടെ കാലത്തില്ലേ, തിരുമറിയൂര് വെളിനാട്ടില് അമ്മയുടെയൊക്കെ കൂടെ പഠിച്ച ഒരു സുജാതയെന്ന് പറഞ്ഞ ഒരു കൊച്ചിന്റെ വീട്ടുകാരത് ഉണ്ടാക്കണവരുണ്ടായിരുന്നു. അപ്പൊ അവരെങ്ങനെയാണെന്നറിയാമോ, ഈ സീസൺ ആകുമ്പോ പാടത്ത് കൊയ്യണ സീസൺ ആകുമ്പോഴത്തേക്ക് മുറം, കോരുകൊട്ട, ചോറ്റുകൊട്ട, ഇതെല്ലാ സംഗതികളുമായിട്ട് വീടുകളിൽ കൂടെ വരും. എന്നിട്ട് നമുക്ക് വെളിനാട് ആ സ്കൂളിന്റെ അങ്ങോട്ട് കരട്ടേക്ക് കയറി പോകുമ്പോൾ ഒരു കോൺവെന്റ് ഉണ്ടായിരുന്നു. കോൺവെന്റിന്റെ എതിരെയായിരുന്നു. അവർ 3 വീട്ടുകാരവിടെ ഉണ്ടായിരുന്നു. സുജാതയുടെ ചേച്ചിയും ചേട്ടനും ഒക്കെ ഉദ്യോഗസ്ഥരായിരുന്നു, ചേച്ചിമാരൊക്കെ. അപ്പൊ അച്ഛനും അമ്മയും ഇതിന്റെ പരിപാടിയായിരുന്നു. ഇപ്പൊ അവരുടെയൊക്കെ കാലം കഴിഞ്ഞ പിന്നെ മക്കൾക്കൊക്കെ ജോലിയാ. അപ്പൊ ആരും അങ്ങനത്തെ പരിപാടി ഇപ്പൊ ഇല്ല. പക്ഷെ നല്ല ഒന്നാം തരം കൊട്ടയം മോറോ അവരുടെ. അത് അവര് ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കണവരായതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ ഇതുണ്ട്. അപ്പൊ നമ്മൾ ഈ പറയണ അളവിൽ നമുക്ക് ഉണ്ടാക്കി തരും. എന്നിട്ട് ഞാൻ തിരുമറയിൽ അമ്മയോട് പറഞ്ഞു, എനിക്കൊരു ചോറ്റുകൊട്ട വേണമെന്നും പറഞ്ഞ്, നീ ഉണ്ടാവണതിന് മുമ്പാ ഞാൻ വന്ന് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒരു ചോറ്റുകൊട്ട ഉണ്ടാക്കിച്ചു. ഒരുപാട് നാൾ ഇവിടെ ഉപയോഗിച്ചത്. അമ്മച്ചിക്ക് വലിയ ഹരായിരുന്നു. എൻ്റെ അരികു വഴി ഇങ്ങനെ ആ വള്ളി കൊണ്ട് ഇങ്ങനെ കെട്ടിയേച്ച് അവർ പ്ലാസ്റ്റിക് വള്ളി കൊണ്ട് കിട്ടും, നല്ല ഭംഗി കാണാനായിട്ട്. അവർക്ക് കുറേ ഐഡിയാസ് ഉള്ളവരാ. എന്നിട്ട് അമ്മ പറഞ്ഞ് മോക്കടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ആട്ടോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ വളരെ ശാസ്ത്രീയമായിട്ടത് കെട്ടിത്തന്നത് ഞാൻ ഓർക്കും. ഞങ്ങൾ ചെന്നപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു കെട്ടി. നല്ല കൊട്ടയായിരുന്നു, ഒരുപാട് നാളിരുന്നത്. ഇപ്പം ഈ കടകളിൽ മേടിക്കാൻ കിട്ടും. പക്ഷേ കടകളിൽ മേടിക്കാൻ കിട്ടണേ, ഞാൻ കുറ്റമായിട്ട് പറയണതല്ല, നല്ല രീതിയിൽ ഉണ്ടാക്കണതിൻ്റെ അത്രയും ആ പകിട്ടില്ല, പെർഫെക്ഷൻ അത്രയില്ല.
അവരാകുമ്പോൾ അവരതിൻ്റെതായ പണികളല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അതെ. ഇപ്പം നമ്മൾ കത്തിയൊക്കെ മുറിച്ചപ്പെടുത്താൻ കൊല്ലന്മാരുടെ ആലയെ കൊണ്ടുപോകൂലേ, അന്നേരം അത് അവർ നല്ല ഭംഗിയായിട്ട് ചെയ്യൂലേ. അല്ലാത്തവരും ചെയ്യും, പക്ഷെ രണ്ടുപേരും ചെയ്യണതിന് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ പോലെയാ. ഇപ്പൊ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യണ പോലെ. ആ അത് തന്നെ. ഓ അവിടെ കൊണ്ടൊന്ന് മുട്ടിച്ചോ. കറക്റ്റാ അത്. വീഡിയോ എടുക്കല്, എഡിറ്റിങ്, പിന്നെ ഡിസ്പ്ലേ എല്ലാം പലർക്കും പല രീതിയിലുള്ള കാഴ്ചപ്പാടുകളാണ്. അതെ. അതുകൊണ്ടല്ല ഞങ്ങളാരും എടുത്താൽ നിനക്ക് ഇഷ്ടമില്ലാത്തത്. ഫോട്ടോ പോലും എടുത്താൽ പെർഫെക്ഷൻ അല്ലല്ലോ ഞങ്ങളെടുത്താ. അത് ഇത് പൂർണ്ണമായിട്ട് ഇത് ചെയ്യണവർക്ക് വേറെ ആരും എടുത്താൽ തൃപ്തിയാവൂല. അതാ എനിക്ക് ഞാൻ തന്നെ എടുക്കണ ചിലപ്പോ തൃപ്തിയില്ല. പിന്നെ ഇനി വേറൊരാളെ കൊണ്ട് എടുപ്പിക്കുമ്പോ അല്ലേ. ഇനി എന്നാ ചെയ്യണ്ടേന്ന് വെച്ചാ ഇച്ചിരി വെള്ളം ഒഴിക്കണം. ഓ വെള്ളം ഒഴിക്കും അല്ലേ? അത് അല്ലെങ്കിൽ മുറുക്കം കൂടും. അല്ല അത് മുഴുവൻ പോരണ്ടേ, അതിനകത്തിരുന്ന് കളഞ്ഞാൽ കൊള്ളൂല്ലോ, പൾപ്പ് ചാടണ്ടേ. നൂല് കളഞ്ഞിട്ടുള്ള അല്ല, ഇതാക്കിയിട്ടുള്ള പൾപ്പ് മാത്രമായിട്ടുള്ളത്. പ്യുവർ പൾപ്പാണ്. പ്യുവർ പൾപ്പാണ്. ഓ വിളങ്ങീനയിലൊക്കെ. ഇതിനകത്തേക്ക് വെച്ച് കളയാനുള്ള അത് കൊള്ളൂല. നൂല് മാത്രമായ പൾപ്പ് നമ്മൾ മാറ്റി വെച്ചു. അതിൻ്റെ ഉള്ളിൽ നിറയെ പ്യുവർ പൾപ്പാണ്, നൂലില്ലാത്ത പ്യുവർ പൾപ്പ്. ആവി അങ്ങനെ അത് കളയാനുള്ളതാ പൾപ്പ് ഇതാടി. ഇതല്ല നൂല് ഇതിൽ അത് കളയാനാ. അത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വെച്ചു ലാസ്റ്റ് നോക്ക്. ഇനിയിപ്പോ പിടിക്കാൻ വേണ്ടായിരിക്കും. അടിയിലെ കാണിക്ക, അടിയിലെടുക്കണ്ട. നൂല് കഴിഞ്ഞിട്ടുള്ള പോലെ ഇരിക്കുന്നു. ഞാൻ കൈ കൊണ്ട് ശരിയാക്കി. ഇതിന്ന് ഇങ്ങനെ വീഴണ. ആ ഹോളി കൂടെ വീണാന്നേ. കൊട്ടയാണെങ്കിലും ഇങ്ങനെ തന്നെയാ. നല്ല രസം. ഇത്രയും ബൾപ്പുണ്ട്. ഒരു ഫുൾ ചക്കയുടെ ആട്ടോ. നല്ല സോഫ്റ്റ് ബട്ടറി പൾപ്പ. ഒരു നാരുമില്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ കേട്ടോ. ഇവിടെ പുറത്താണെങ്കിലും ചക്ക ഇങ്ങനെയുള്ള സംഗതികളൊക്കെ വെട്ടിപ്പറിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലില്ലേ, മടലും വേസ്റ്റ് സാധനങ്ങൾ കുരുപ്പ് വെള്ളത്തിൽ അവിടെ കിടക്കട്ടെ. ഇപ്പം നേരെയില്ല അതിന്. അത് വൈകുന്നേരം ശരിയാക്കുള്ളൂ. അത് കാണിക്കാൻ നിങ്ങളെ കഴിയുമായിരുന്നേ. ഇതിൻ്റെ പരിപാടി ചെയ്യണമല്ലോ. ഇതെല്ലാം കൊണ്ടുപോയി നമുക്ക് നിങ്ങളെല്ലാവരും ഉദ്ദേശിക്കുന്ന സ്പേസ് എവിടെയാന്ന് വെച്ചാൽ കളയുക. ഞങ്ങൾക്കിങ്ങനെ ഭക്ഷണ സാധനത്തിൻ്റെ ഇങ്ങനെയുള്ളത്, മാങ്ങ ചെത്തണത്, ചക്ക ചെത്തണത്, വെജിറ്റബിൾ ഇങ്ങനെയുള്ള സംഗതികളെല്ലാം കളയാനായിട്ട് പറമ്പിൽ ഒരു പിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പിറ്റി കൊണ്ടുപോയി ഇട്ട് അതങ്ങനെ അവിടെ കിടന്നങ്ങനെ ദ്രവിച്ച് വളമായിട്ട് മാറും. അതാണ് നമ്മുടെ പരിപാടി. അപ്പം ഞാൻ അവിടെ കൊണ്ടുപോയി അത് ഇട്ടേച്ച് വരാം കേട്ടോ. പറമ്പുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ളത് സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് അതിനുള്ള എന്തെങ്കിലുമൊക്കെ മാർഗങ്ങളുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള രീതികൾ ചെയ്യുക. അപ്പം നമ്മുടെ പരിസരം ക്ലീൻ ആയിട്ടിരിക്കും. കളഞ്ഞേച്ച് വരാം. ഇല്ല അതും കൊണ്ടേ കളയണം. അയ്യോ ഇരുന്നേച്ച് മറ്റേ ഇരുന്നേക്കാൻ മേല. നമ്മുടെ ഒരു ചക്കയുടെ പൾപ്പ് ഇത്രയും നമുക്ക് കിട്ടി. ഇത്രയും ഒറ്റയടിക്ക് ഞാൻ ഉണ്ടാക്കണില്ല. കാരണം നമ്മൾ 2-3 പേരല്ലേ ഉള്ളൂ. ആരെങ്കിലും വന്നാലും എടുത്ത് വെക്കാൻ ഉള്ളതുണ്ടാവും. അതനുസരിച്ച് ഉണ്ടാക്കണേ ഉള്ളൂ. ബാക്കിയുള്ള പൾപ്പ് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇത് ഐസ്ക്രീമിന്റെ പാത്രം കേട്ടോ. ഈ ദീർഘനാൾ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ നമ്മളൊന്ന് വെള്ളം വറ്റിച്ചേച്ചെടുത്ത് വെക്കണമായിരിക്കും നല്ലത്. ഈ ചിൻചട്ടിയിലോ ഇട്ടേച്ചൊന്ന് വെള്ളം വറ്റിക്കുക, ഒന്ന് ചൂടാക്കിയേച്ച് തണുത്ത് കഴിയുമ്പോൾ സ്റ്റോർ ചെയ്യണ നല്ലത്. ഇതിപ്പോ ഞാനൊരു 2-3 ആഴ്ച കഴിയുമ്പോൾ 2 ആഴ്ചക്കകം ഇത് എടുക്കും. പിന്നെ നിങ്ങളെ ശരിക്ക് സൂക്ഷിക്കാനായിട്ട് സ്റ്റോർ ചെയ്യണത് കാണിച്ചു തരാം. അത് ലാസ്റ്റ് സമയമാകുമ്പോൾ ചക്ക പഴുക്കാൻ മൂക്കാനൊക്കെ കിടപ്പുണ്ട്. അതെടുത്ത് പൾപ്പെടുത്ത് ചൂടാക്കി വെള്ളം വറ്റിച്ച് നമ്മൾ ഫ്രീസറിൽ വെക്കണ കാണിക്കാം. ഇതിപ്പോൾ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഒരു ട്രിപ്പും കൂടെ ഉണ്ടാക്കാനുള്ളതേ ഉള്ളത് കൊണ്ട് ഒന്നും ചെയ്യണില്ല. പൾപ്പ് എടുത്തത് അതേപടി ഒരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. വേറെ ഒന്നും ചെയ്യണില്ല, ചൂടാക്കണമൊന്നുമില്ല കേട്ടോ. നല്ല ക്രീമി പൾപ്പ് കാണുമ്പോ തന്നെ എന്തൊരു സംതൃപ്തിയാണ്. ചെറിയ പാത്രം മതിയായിരുന്നു. ഇത്രയും നമുക്ക് ചക്കയപ്പത്തിന് എടുക്കാം. ഇനി അടുത്ത ട്രിപ്പ് ചക്കയപ്പത്തിനും ഇതെടുക്കാം. അടുത്ത ട്രിപ്പ് എടുക്കാനായി വെച്ചേക്കണേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, സ്റ്റോർ ചെയ്യാനുള്ളതാണെങ്കിൽ നമ്മൾ ചൂടാക്കിയൊക്കെ എടുക്കണം. ഇതിപ്പോൾ അധികം നാൾ ഇരിക്കാനില്ലാത്തത് കൊണ്ട് ഞാനിത്
ഫ്രീസറിലേക്ക് വെക്കുക കേട്ടോ. എന്നിട്ട് ഇതിൽ മിക്സിങ് നടത്താം. ആ പൊടിയും ശർക്കരയും തേങ്ങയും എല്ലാ സംഗതികളും ചേർക്കാം കേട്ടോ. ഞാനിത് വെച്ചേച്ച് വരാന്നാ. ആ സെറ്റ് സെറ്റ്. ഇത് മാമ്പഴത്തിൻ്റെയാ. ഇന്നലെ മാമ്പഴക്കറി വെച്ചതിൻ്റെ. ആ അടച്ചോട്ടെ. ആ ഇത് ഫ്രീസർ സാധനങ്ങളാ ഇങ്ങനെ ഓരോ. അടച്ചോ.